الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ളവരെ, സത്യവിശ്വാസികളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ, നിർദ്ദേശത്തെ, ജീവനത്തെ എല്ലാ ഭാഗത്തിലും അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ജീവനാക്കും ಚಂದು ಸ್ವಂತ ನಫ್ಸರೆ ಮರ್ಕಂಡೆ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಆಗಿದೆ, ವಸಿಯತ್ ಆಗಿದೆ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഭയപ്പെട്ട് ജീവനാക്കിയിട്ട് മരിക്കുന്ന നേരത്തിൽ ഈമാനോടുകൂടി മരിച്ചു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിൽ നിന്ന് കന്നിപ്പോയി എല്ലാ ചെറിയ വലിയ ദോഷത്തെ ഗഫാറായ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പുറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, സത്യവിശ്വാസികൾ നക്കൂണ്ടിയുടെ ക്ലാസ് എടുക്കുക തന്നെ വിഷയിപ്പിക്കുന്നത് ആത്മവിശുദ്ധി. ആത്മ ചൊല്ലിട്ടെങ്കിൽ ഞങ്ങളെ റൂഹായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണ നേരത്തേക്ക് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു വിഷയായിട്ട് റൂഹ് ചൊല്ലിയത്. മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയിട്ടെങ്കിൽ ഈ ശരീര ജഡമാവും, പിന്നെ എന്തും ഈ ശരീര ഉപയോഗത്തിന് പാടില്ല. അപ്പൊ ആത്മവിശുദ്ധി ആവുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരേ ഒരു മാർഗമായിട്ടിക്കത് ഞങ്ങളെ കൽബും അല്ലെണ്ടെങ്കിൽ ഞങ്ങളെ ഹൃദയ അല്ലെണ്ടെങ്കിൽ ഞങ്ങളെ മനസ്സ് അത് ശുദ്ധിയാക്കിയിട്ടെടുക്കണം, അത് ക്ലീൻ ആവണം. കാരണം ഒരു മനുഷ്യനെ മനസ്സ് ചൊല്ലിട്ടെങ്കിൽ അത് ഒരേ മൂത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു അവയവമല്ല. മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സ് കൊടുത്തിട്ടോ ഹൃദയ കൊടുത്തിട്ടോ അതിൽ ചിന്താശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മനുഷ്യർക്ക് ചിന്തനാകുള്ള ഒരു ശക്തി കൊടുത്ത
എന്നിട്ട് മനുഷ്യ അല്ലാത്ത ഏതോ ഒരു മൃഗജാലത്തിന് ಅದಕ್ಕೆ ಹೃದಯವು ಏನಂಗೆ ಚಿಂತೆ ಹಾಕಿದ್ರೆ ಬಂತೆ ഒരു ശക്തി അല്ലാഹു സുബ്ഹാനഹു കൊടുത്തില്ല. അപ്പൊ ആ മനസ്സ് ചൊല്ലത് അത് ഞങ്ങളുടെ മനസ്സ് ആ ഹൃദയ അത് ഒരേ മൊത്തു നിൽക്കില്ല, ബദലായിട്ട് അത് ഇങ്ങനെ പഞ്ചൊണ്ടിക്കുന്ന ഒരു അവയവമായിട്ടിരിക്കുന്നു. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പാട്ടുള്ളൊരു മനസ്സിലെ ഒരു ഉദാഹരണം, ഇന്നമാ മതലുൽ ഖൽബി കമതലി റീശത്തിൻ മുഅല്ലഖത്തിൻ ഫീ അസ്ലി ശജറത്തിൻ യുഖല്ലിബുഹാ റീഹു വഹ്റൻ ലിബത്നി. മനുഷ്യന്റെ മനസ്സിലെ ഉദാഹരണം ഏതുപോലെ ചൊല്ലിട്ടെങ്കിൽ ഇന്നമാ മതലുൽ ഖൽബി കമതലി റീശത്തിൻ മുഅല്ലഖത്തിൻ ഫീ അസ്ലി ശജറത്തിൻ. ഒരു മരത്തിൽ, ആ മരത്തിൽ കെല്ലുണ്ട്, ആ കെല്ലുക ഒരു ടുവാലിന്റെ നേത്തുപാട്ടുണ്ടായി, ആ കെല്ലിൽ ഒരു ടുവാലിന്റെ വെച്ചുണ്ടായി. അത് ഏ സൈഡിൽ നിന്ന് കാത്തു പണ്ട ആ സൈഡിൽ ആ ടുവാൽ എന്തിനാവൂ തിരിഞ്ഞു. ഇപ്പുറത്തെ സൈഡിൽ കാത്തു പണ്ടെങ്കിൽ ആ ടുവാൽ അപ്പുറത്തെ സൈഡിൽ തീർന്നു, അപ്പുറത്തെ സൈഡിൽ നിന്ന് കാത്തു പണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ തീർന്നു. ഇതായിട്ട് മനുഷ്യന്മാരുടെ കൽബു ചൊന്തനക്ക് പണ്ഡിതന്മാർ പഠിപ്പാട്ടുണ്ട്. കാരണം അത് സ്ഥിരമായിട്ട് നിൽക്കാത്ത ഒരു അവയവമായി നിൽക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ഹൃദയത്തെ ഉദാഹരണം എങ്ങനെ പഠിപ്പാറ്റുന്നുണ്ടെങ്കിൽ ലഖൽബി ഇബ്നു ആദമ അസ്റഅത ഖാബു മിനൽ ഖദർ ഉല്യ ഉല്യാന. മനുഷ്യന്റെ മനസ്സ് ചൊല്ലുന്നുണ്ടെങ്കിൽ അവന്റെ കൽബ് ചൊല്ലുന്നുണ്ടെങ്കിൽ ഒരു അടുപ്പിലോ ഒരു ഇട വെച്ചിട്ട് അതിലൂടെ എണ്ണ വിറ്റുണ്ടെങ്കിൽ ആ എണ്ണ പൈക്കറല്ലേ, തുള്ളുടല്ലേ. ഇതായിട്ട് മനുഷ്യന്റെ ഹൃദയ ചൊല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ എണ്ണ ഇങ്ങനെ പയക്കുമ്പോ മേൽ പണ്ട് വാപ്പാസ് അത് കീഴ് കൊണ്ടു, വാപ്പാസ് മേൽ പണ്ട് വാപ്പാസ് കീഴ് കൊണ്ടു. ഇതേപോലെ മനുഷ്യന്റെ മനസ്സ് ചൊല്ಲು ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അപ്പൊ എങ്ങനത്തെ മനസ്സായിട്ടിരിക്കും ഒരാൾ സ്വർഗത്തിൽ കിടക്കുന്നുണ്ടെ, എങ്ങനത്തെ ഹൃദയം വേണം ഒരു മനുഷ്യന് സ്വർഗത്തിൽ കിടക്കുന്നുണ്ടായി. പരിശുദ്ധമായ ഖുർആൻ ഒരു ചരിത്രം നമുക്ക് പഠിപ്പാട്ടുണ്ട്. സൂറത്ത് യാസീൻ അന്തോക്യ ചൊല്ലിയ ഒരു റായത്തെ ഒരു ചരിത്രം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഒരു മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ആ ചരിത്രം നമുക്ക് മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീൻ ചൊല്ല വദ്രിബ് ലഹും മതലൻ അസ്ഹാബുൽ ഖറിയ ഇദ് ജാഅ അൽ മുർസലൂൻ. നബിയേ, ആ റായത്തെ ആത്മാരെ ഉദാഹരണം നിങ്ങൾ ചൊല്ലു കൊടുക്കണം. ഏതായിരിക്കും ആ റായ? മുഫസ്സിരീങ്ങൾക്ക് പഠിപ്പാട്ടല്ലോ അത് അന്തോക്യ ചൊല്ലിയ റായ, ഖറിയത്ത് അന്തോക്യ. ആ അന്തോക്യ ചൊല്ലിയ റായത്തെ ആത്മാരെ ഉദാഹരണം നിങ്ങൾ ചൊല്ലു കൊടുക്കണം. എന്തായിരിക്കും ആ റായത്തെ ചരിത്രം? അല്ലാഹു പഠിപ്പാട്ടല്ല. ഇത് അർസൽനാ ഇലൈഹിം മുസ്തൈൻ ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിതാലിഹിം ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ആ അന്തോക്യ ചൊല്ലിയ റായത്തില് ഇത് അർസൽനാ ഇലൈഹിം മുസ്തൈൻ, രണ്ട് നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിയ. അന്തോക്യ ചൊല്ലിയ റായത്തില് രണ്ട് നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിയ. ഫകദ്ദബൂഹുമാ, ആ റായത്തങ്ങ ആ ബന്ധ രണ്ട് നബിമാരെ കളവാക്കിയോ, സ്വീകരിച്ചില്ല. ഒരു റായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നെഞ്ചിൽ എന്ത് കേട്ടിട്ട് കടത്തരെ? ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക ചൊല്ലും, മാത്രമായി ആദർശം ചൊല്ലും. അത് ഈ രണ്ട് നബിമാർ ഈ റായത്തിൽ കടന്നു പോയിട്ട് ആത്മാർ ചൊന്നപ്പ ഫകദ്ദബൂഹുമാ, അത് സ്വീകരിച്ചില്ല റായത്ത് ആത്മാർ. എല്ലാ നബിമാരെ
മുർസലൂൻ നങ്ങ നിയോഗായിട്ട് നിയോഗാക്കപ്പെട്ട നബിമാരായിട്ടിക്കറ പ്രവാചകന്മാരായിട്ടിക്കറ എന്നിട്ട് ഇത് ചൊന്നപ്പ ആ രായത്തെ ആത്മാർ ചൊന്ന പലകൈട്ട് തിരിച്ചിട്ടല്ല ഖാലൂ മാ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുനാ നിങ്ങൾ ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യന്മാരല്ലേ ആ രായത്തെ ആത്മാർ അന്നോക്കെ ചൊല്ല രായത്തെ ആത്മാർ ഈ മൂന്ന് നബിമാരെ മുഖനോക്കി ചൊല്ലേ അങ്ങനെ നബിമാർക്ക് ചൊന്നപ്പ ഇങ്ങ ചൊല്ല ഉത്തരന്നേ ഖാലൂ മാ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുനാ നിങ്ങൾ ഞങ്ങളെ പോലത്തെ ഒരു നബി മനുഷ്യന്മാരല്ലേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കാണില്ലല്ലേ കാരണം ആ രായത്തെ ആത്മാർ നബിമാരുടെ പേച്ചില് അത് ഒന്നാം മലായിക്കാവും ആ രൂപത്തിൽ ആ രായത്തെ ആത്മാർ പേച്ചിനോടും എന്നിട്ട് ഇത് അങ്ങനെ പോത്തന്നെ അങ്ങനെ ഒട്ടിക്ക് ജീവനായിട്ട് ആത്മാരല്ലേ അങ്ങ് ചൊല്ലിയ രായത്തെ ആത്മാർ നിങ്ങൾ അങ്ങനെ പോലത്തെ മനുഷ്യന്മാരല്ലേ വമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ റഹ്മാനായ റബ്ബു ഇങ്ങനത്തതൊന്നും നമുക്ക് അവതീർണാക്കിയിട്ടില്ല നിങ്ങൾ മൂന്ന് നബിമാർ നിങ്ങൾ പറഞ്ഞ നമുക്ക് നേർമാർഗം കാട്ട് ഇങ്ങനത്തൊന്നും അല്ലാഹു നമുക്ക് ചൊല്ലുന്നില്ല ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ നിങ്ങൾ കളവ് ചൊല്ലാമാരായിട്ടുള്ളൂ ആ ചൊല്ലേ അന്നോക്കി ചൊല്ല രായത്തെ ആൾമാർ നബിമാരെ മുഖം നോക്കി ചൊല്ലേ നിങ്ങൾ കളവ് ചൊല്ലാമാർ നിങ്ങൾ പച്ച കളവ് ചൊല്ലാമാർ അപ്പൊ നബിമാർ തിരിച്ചിട്ട് അങ്ങോട്ട് ചൊന്നു ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈകും ലമുർസലൂൻ ഞങ്ങളെ റബ്ബുക്ക് നന്നായിട്ട് കൊണ്ടുണ്ടോ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് നിയോഗാക്കപ്പെട്ട നബിമാർ ചൊന്തോ അല്ലാഹു കൊണ്ടുണ്ടോ ആ നബിമാർ തിരിച്ചു ചൊന്നു രായത്താൻ പറ്റിയ ഞങ്ങളെ റബ്ബുക്ക് നന്നായിട്ട് കൊണ്ടുണ്ടോ ഞങ്ങൾ നിയോഗായിട്ട് നിയോഗാക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട് അല്ലാഹു കൊണ്ടുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പ്രൂഫ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ ഞങ്ങളെ പണിയെന്ന് ചൊല്ലിട്ടെങ്കിൽ ഈ സന്ദേശത്തെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കും ചൊല്ലി മാത്രമായ സന്ദേശത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ എത്തിപ്പാട്ട ബാധ്യത മാത്രമുള്ളത് അതല്ലാതെ വേറെ ഒന്നും നമുക്കില്ല വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ വ്യക്തമായ ഒരു സന്ദേശത്തെ നിങ്ങൾക്ക് എത്തിപ്പാട്ടുള്ള ബാധ്യത മാത്രമേ ഉള്ളത് ഇത് ചൊല്ലുന്നവരായിട്ട് പാടും തിരിച്ചു ചൊന്നു ഖാലൂ ഇന്നാ തതയ്യർനാ ബികും നിങ്ങൾ നമുക്ക് അപശകുനമായിട്ടുള്ളൂ ആ ചൊല്ലേ ആ രായത്താൽ ചൊന്നു നബിമാറ്റിയ നിങ്ങൾ നബിമാരല്ല എന്നിട്ട് നബിമാർ അല്ല മാത്രമല്ല നിങ്ങൾ നമുക്ക് അപശകുനായിട്ടുള്ളൂ നിങ്ങൾ എപ്പ ഈ രായത്തിൽ കടന്നു വന്നതാ അണ്ടുകൂടെ ഒരു അപശകുന ആ ചൊല്ലേ ആ രായത്താൽ ഈ നബിമാറ്റി ചൊല്ലേ നിങ്ങൾ നമുക്ക് അപശകുനായിട്ട് മാത്രമല്ല ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തന്തഹു ലനർജുമന്നകും വലയമസ്സനകും മിന്നാ അദാബുൻ അലീം നിങ്ങൾ ഈ പണി ഈ രായത്തിൽ നിപ്പാട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലടിച്ചു പോകപ്പെട്ട മാത്രമല്ല ഞങ്ങൾക്ക് തീരൂപത്തെ നിങ്ങൾക്ക് ശിക്ഷ തന്ന അതുകൊണ്ട് ഇത് നിപ്പാട്ടുന്നുണ്ട് ഇത് സ്റ്റോപ്പാക്കും നിങ്ങളുടെ ഈ രായത്തിൽ നിന്ന് ആവുക തീരാ നടക്കുക തീരാ ഇങ്ങനത്തെ ഒരു പ്രബോധന ആവുക തീരാ അങ്ങനെ നിങ്ങൾ എന്തായാലും മൂന്നാല് ആക്കിണ്ടായി ഞങ്ങൾ നിങ്ങളെ കല്ലടിച്ചു പോകപ്പാട്ടില്ല ആ ചൊല്ലേ ആയത്താർമാർ അപ്പൊ നബിമാർ പാടും തിരിച്ചിട്ട് അങ്ങനെ ചൊന്നു ഖാലൂ ത്വായിറുക്കും മഅക്കും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ ഖാലൂ ത്വായിറുക്കും മഅക്കും ഈ ആത്മാരെ ഞങ്ങൾ നിങ്ങൾക്ക് അപശകുനമാണ് നിങ്ങളുടെ കൂടെയല്ലേ എല്ലാ അപശകുനമുള്ളത് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആത്മാരെ വെച്ച് പ്രാർത്ഥിക്കുള്ളൂ അങ്ങ് നേർച്ച വഴിപാട് കൊടുക്കുള്ളൂ ആ റബ്ബിന്റെ നിയമനിർദ്ദേശത്തെ നിങ്ങൾ പരിചരിച്ച് ജീവനാക്കിയിട്ടുള്ളൂ എന്നിട്ട് എല്ലാ അപശകുനം നിങ്ങളെ കൂടെ ഉള്ളേ എന്നിട്ട് ഞങ്ങളെ നിങ്ങൾ ചൊല്ലിದ್ರೆ ഞങ്ങൾ നിങ്ങൾക്ക് അപശകുനല്ലേ നബിമാർ ചൊല്ലേ ഞങ്ങൾ നിങ്ങൾക്കൊരു അപശകുനല്ലേ അയിൻ ദുഃഖിത്തും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ നിങ്ങൾ അല്ലാഹുവിന്റെ എല്ലാ രൂപത്തിലെ നിയമനിർദ്ദേശത്തെ പരിചരിച്ച് ജീവനാക്കിയിട്ടില്ല നിങ്ങളുടെ അപശകുന അങ്ങനെ രണ്ട് കൂട്ടുകാരന്മാർക്കും ചർച്ചയായിട്ടു ഒരു സൈഡ് മൂന്ന് നബിമാർ പിന്നുള്ളൂ അന്തോക്കിയ ചൊല്ല രായത്താർമാർ ഇങ്ങനെ ചർച്ചയായി നിൽക്കുമ്പോ ആ രായത്തില് ഒരാൾ ഇങ്ങനെ കടന്നു വന്നു ആ രായത്താലല്ല എവിടെമാ അന്തോക്കിയ ചൊല്ല അപ്പുറത്തെ ഒരു രായത്തെ ഒരാള് ഇങ്ങനെ നടന്നോ പോകുമ്പോ കൂടെ ഒരു ചർച്ച നടന്നോണ്ടുള്ളൂ ആ ചർച്ചയിൽ കേൾക്കുമ്പോ അതിലവിടെ നിന്നെത്തും എന്തായിട്ട് കൂടെ ചർച്ച നടക്കേ ഇപ്പുറത്ത് മൂന്നാള് ഇപ്പുറത്ത് അന്തോക്കിയ ചൊല്ല രായത്താർമാർ അങ്ങനെ സ്പഷ്ടമായിട്ട് ചർച്ചയിൽ ഇങ്ങനെ കേട്ട് ആ ആൾക്ക് മനസ്സിലായിട്ട് ആർക്ക് ഈ അന്തോക്കിയ ചൊല്ലി വേറെ ഏതാവും രായത്തെ പറഞ്ഞ ഈ ആൾക്ക് മനസ്സിലായിട്ട് ഇത് ഈ മൂന്നാം ചൊല്ലത് ഹക്കല്ലേ ഇങ്ങനെ ചൊല്ലത് നേരല്ലേ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്ത ഈ മൂന്ന് നബി
ഹബീബുൻ നജ്ജാർ. എന്നിട്ട് ഈ ഹബീബുൻ നജ്ജാർ ആ ആയത്ത് ആദ്യമായിട്ട് ചൊല്ലുന്നു, റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. അന്തോക്കിയ ആയത്ത് ആദ്യമാരെ നീ ഈ നബിമാരെ പിൻപറ്റൂ. ഇങ്ങ ചൊല്ലുന്നത് നേരല്ലേ, ഇങ്ങ ഒന്നും കളവ് ചൊല്ലുന്നില്ലല്ലേ, ഇങ്ങ ഹക്കായതല്ലേ ചൊല്ല്, ഇങ്ങ നേരായത ചൊല്ലല്ലേ. അതുകൊണ്ട് ഇത്തബിഉൽ മുർസലീൻ, ഈ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റൂ. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഇത്ര പേരിൽ നിങ്ങൾക്ക് ഒരു രൂപത്തിലെ പൈസ കാസ അല്ലെങ്കിൽ കൂലിയ അങ്ങനെ നിങ്ങൾക്ക് കേട്ടിട്ടില്ല. ഈ മൂന്ന് നബിമാർ അങ്ങനെ ഈ ആദർശം നിങ്ങൾക്ക് ചൊല്ലുമ്പോ നിങ്ങൾക്ക് ഒരു രൂപത്തിലെ കൂലി ആവട്ടെ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. ബദലായിട്ട് വഹും മുഹ്തദൂൻ അങ്ങനെ സന്മാർഗത്തില്ല അങ്ങനെ നിങ്ങൾ പിൻപറ്റൂ ചൊല്ലു. ആ ചൊല്ല് റായത്താറുള്ള ഏതോ റായത്ത് വന്നിട്ട് ചർച്ച കേട്ടിട്ട് ഹിദായത്ത് കേട്ടിട്ട് ഈ മനുഷ്യ റായത്താൽ വേണ്ടി ചൊല്ലേ അന്ന് ചൊല്ലി നേരല്ലേ, നിങ്ങൾ പിൻപറ്റണല്ലേ, അനുസരണാക്കോ ഹക്കായതല്ലേ ചൊല്ലേ, അങ്ങനെ സന്മാർഗത്തിലില്ല നേർമാർഗത്തിലില്ല. ആ സന്ദർഭത്തില് ഇതേ ഹബീബുൻ നജ്ജാർ അങ്ങോട്ട് ചൊല്ലു പലകൊണ്ടു വമാലി അലാ അഅ്ബുദുല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. നന്റെ റബ്ബുടെ ആരാധന കണ്ടിപ്പോ നക്ക് എന്തിനായിട്ട് ന്യായമുള്ളത്. ഈ അന്തോക്കിയ ചൊല്ലു ആയത്ത് ആൽമാരെ ഞങ്ങളെ പഠിച്ച് ഞങ്ങളെ ഫതറനി വഇലൈഹി തുർജഊൻ. അവനായിട്ട് ഞങ്ങളെ പഠിച്ചോ, അവനായിട്ട് ഞങ്ങളെ സൃഷ്ടിയാക്കോ, അവനെ മാത്രമേ ആരാധന കണ്ടിപ്പോ എന്തിനായിട്ട് ഞങ്ങളുടെ കൂടെ ന്യായമുള്ളത്. ഒരു ന്യായമില്ല. അതുകൊണ്ട് ഫതറനി അന്തോക്കിയ ചൊല്ലു ആയത്ത് ആൽമാരെ ആ റബ്ബായിട്ട് ഞങ്ങളെ പഠിച്ചോ വഇലൈഹി തുർജഊൻ. ഞങ്ങൾ കൂടിൽ നിന്ന് മറിച്ചു പോയാൽ പിന്നെ ആ റബ്ബുടെ പക്കൽ കേട്ടിട്ട് ഞങ്ങൾ പോകുന്നില്ലത്. ആ ചൊല്ലെ ഹബീബുൻ നജ്ജാർ ആയത്ത് ആൽമാർക്ക് ചൊല്ലു. മാത്രമല്ല അത്തഖദു മിൻ ദൂനി ആലിയ ഇൻ യുർദിനി റഹ്മാനു മിൻ ദുർറിൻ ലാ തുഗ്നി അന്നി ശഫാഅത്തും ശൈഅൻ വലാ യുംകിനൂൻ. ആ ചൊല്ലു ഹബീബുൻ നജ്ജാർ ചൊല്ലു ആ ആയത്ത് ആൽമാർക്ക് എന്ത് ചൊല്ലുണ്ടെങ്കിൽ നന്റെ റബ്ബു നക്കെന്തായാലും ഒരു ദുർറ് തന്നെ ഉണ്ടായി ഞാൻ അല്ലാഹു അല്ലാത്ത ഏതായാലും ഒരു ഇലാഹെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ക് ഈ ലുറിൽ നിന്ന് നന്റെ ബച്ചവാക്ക് കൊടുക്കലും എന്നല്ല സാധ്യമല്ല. അങ്ങനെ അല്ലാഹു അല്ലാത്ത ആത്മാനെ വിളിച്ച് ഞാൻ എന്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ എന്തായാലും ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതല്ല ഫീ വലാൽ മുബീൻ, ഞാൻ വ്യക്തമായി തെരുത്തപ്പിലായിട്ട് പോണ്ടേ. അപ്പൊ ഒരു മനുഷ്യ വ്യക്തമായി തെരുത്തപ്പിലപ്പ ഖുർആൻ പഠിപ്പാറ്റല്ലേ അള്ളാഹുവിനെ വിട്ടിട്ടു പല പഠിപ്പുകൾക്ക് പ്രാർത്ഥിക്കുമ്പോ അങ്ങനത്തെ സഹായിക്കുമ്പോഴേക്ക് ഒരു മനുഷ്യ വ്യക്തമായി തീർത്തപ്പെടുന്നത് ഖുർആൻ പഠിപ്പറ്റല്ലേ. ഇനി ഇതല്ല ഫീ വലാൽ മുബീൻ. ഹബീബുൻ നജ്ജാർ ആയത്ത് ആൽമാട്ടി ചൊല്ലു. അങ്ങനെ ഞാൻ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ഇലാഹെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായി തീർത്തപ്പിലേക്കുണ്ട്. അതുകൊണ്ട് ഇനി ആമന്തു ബി റബ്ബിക്കും ഫസ്മഊൻ. എന്റെ അന്തോക്കിയ ആയത്ത് ആൽമാരെ നിങ്ങളുടെ റബ്ബുടെ മേൽ ഞാൻ വിശ്വസിച്ച അതിന് ചൊല്ലു ഹബീബുൻ നജ്ജാർ ഇന്നി ആമന്തു ബി റബ്ബിന്നല്ല നന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചില്ല. ഇന്നി ആമന്തു ബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ച. ആരെങ്കിലും അന്തോക്കിയ റബ്ബു അല്ലാഹു അല്ലേ, അതേ റബ്ബിൽ ഞാൻ വിശ്വസിച്ച. അതുകൊണ്ട് ഫസ്മഊൻ നിങ്ങൾ കാതോർത്ത് കേൾക്കുന്നുണ്ട് ആത്മാനെ. അന്തോക്കിയ ചൊല്ലി ആയത്ത് ആൽമാട്ടിക്ക് ഈ ഹബീബുൻ നജ്ജാർ ചൊല്ലുന്ന സന്ദർഭത്തില് ആ ആയത്ത് ആൽമാർ എന്തായി ചൊല്ലുന്നുണ്ടായി ഹബീബുൻ നജ്ജാറിന്റെ ചുറ്റും കൂടിയൊന്നു കൂടിയിട്ട് കേട്ടോളൂ ഹബീബുൻ നജ്ജാറിന്റെ നീനാണ് നിക്കേന്ദ്രയുടെ പണി. ഞങ്ങൾ ഈ മൂന്നാളും ചർച്ചയാക്കിയിരിക്കുമ്പോ നിക്കേന്ദ്രയുടെ പണി നീനിങ്ങനെ ഒരു യാത്ര പോകണമല്ലേ, നീനിപ്പോ നിക്കേന്ദ്ര പണിയില്ലത് പാടും. ഹബീബുൻ നജ്ജാർ അങ്ങനെ ചൊല്ലു കേൾക്കോ അങ്ങനെ പിന്മട്ടു ചൊന്നപ്പ ആയത്തിൽ ഒരാള് അതിൽപ്പെട്ട ഒരാള് ഹബീബുൻ നജ്ജാറെ തലക്ക് വന്ന് ഒരു അടി കൊടുത്തിട്ടാകുമ്പോ ഹബീബുൻ നജ്ജാറെ കബർ തപ്പിട്ട് അവിടെ കീഴ് മുന്തു. എന്നിട്ട് ആ ആയത്താത്മാർ ഹബീബുൻ നജ്ജാർ എന്തായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആയുധത്തെ എല്ലാം പിടിച്ചോ വന്നിട്ട് ഹബീബുൻ നജ്ജാറെ ശരീരത്തിൽ കീറിട്ട് കണ്ണും കൈക്കാലും മൂർച്ചയെടുത്തിട്ട് കറലെല്ലാം വലിച്ചെടുത്തിട്ട് ആ ഹബീബുൻ നജ്ജാറെ കൊന്നു കഴിഞ്ഞു. ചരിത്രപ്പടി പെട്ടുണ്ട് എന്ത് കേട്ടിക്കണം കൊന്നേ എന്ന അധികാരം കേട്ടവിടെ വേറെ എന്തായാലും ദുനിയാവിടെ അനുഗ്രഹത്തെ എന്തെങ്കിലും ആവശ്യപ്പെട്ട ഒന്നുമില്ല. നബിമാരെ പിൻപറ്റോ, ഈ നബിമാരെ അനുസരണം ഇതങ്ങ് ഉൾക്കൊണ്ടില്ല മാത്രമല്ല ഹബീബുൻ നജ്ജാർ വികൃതമായിട്ട് കൊന്നു കഴിഞ്ഞിട്ടാകുമ്പോ അതിന്റെ റൂഹ് ആകാശത്ത് ഉയർത്തപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹിന്റെ ചൊന്ന നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. ആര് റൂഹ് ഹബീബുൻ നജ്ജാർ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ചൊന്ന ഖീല ദഖുൽ ജന്ന നീ സ്വർഗ്ഗ പ്രവേശിക്കുക. കാരണം അല്ലാഹുവിന്റെ തൗഹീദ് ചൊന്ന പേരില് അതിന്റെ പേരിൽ ഷഹീദായ ആത്മാവ് ആ ഷഹീദായ ആത്മാവിന് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടല്ലേ. അങ്ങനെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പച്ച വർണ്ണത്തിലുള്ള ഒരു കിരീടം പോലെ ആക്കിയിട്ട് സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാർപ്പാട്ട് ചൊന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായ ആത്മാവിന്റെ പ്രതിഫലമായിട്ടിരിക്കുന്നത്. അങ്ങനെ ഹബീബുൻ നജ്ജാർ ഷഹീദായിട്ട് അയാളുടെ റൂഹ് ആകാശത്ത് ഉയർത്തപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ഖീല ദഖുൽ ജന്ന നീ സ്വർഗ്ഗപ്രവേശാക്ക്. ആ സ്വർഗ്ഗപ്രവേശാക്കുന്ന സന്ദർഭത്തിൽ ആ ഹബീബുൻ നജ്ജാർ റൂഹ് ഒന്ന് കൊതിച്ചു പോയി. എന്തായിട്ട് റൂഹ് കൊതിച്ച് ആ റൂഹ് ഒന്ന് ആഗ്രഹിച്ചു പോയി. എന്തേ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അതിന്റെ റൂഹ് ഒന്ന് ആഗ്രഹിച്ചു പോയി. എന്തേ ഖാല യാ ലൈത ഖൗമി ഏനന്റെ ഖൗമി ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. നന്റെ റബ്ബ് നന്റെ ആദരിച്ച വിഷയ, നന്റെ റബ്ബ് നന്റെ ബഹുമാനിച്ച വിഷയ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു തന്ന വിഷയ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം തന്ന വിഷയ, നന്റെ കൈയും കാലും മുറിച്ചു കളഞ്ഞ് നന്റെ വികൃതമായിട്ട് കൊന്നു കളഞ്ഞ് ആ അന്തോയ്ക്ക് ചൊല്ല രായത്താന്മാർ ഈ വിഷയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ക് സ്വർഗ്ഗം കിട്ടിയ വിഷയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടെങ്കിലും അവനല്ലാവത്തറല്ലേ. ഇതൊരു മനസ്സായിട്ട് സഹോദരന്മാരെ മറിച്ച് പിന്നും ആ റൂഹ് കൊതിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ടും നക്കി സ്വർഗ്ഗം കിട്ടിയ വിഷയ ഇത് ഒന്നായിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നിട്ടെങ്കിലും ഈ സത്യമാർഗത്ത് പറഞ്ഞതല്ലേ, നരകത്തിൽ നിന്ന് ബച്ചവാവുന്നതല്ലേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബുൻ നജ്ജാർ വിഷയത്തെ ചൊന്നരെ നസഹ ഖൗമഹു ഹയ്യൻ വ മയ്യിത. ഹബീബുൻ നജ്ജാർ ചൊല്ല ആ മനുഷ്യ അയാള് ഹയാത്തിലിരിക്കുമ്പോൾ ആത്മാർക്ക് ഒരു നസീഹത്ത് കൊടുക്കുന്ന ആളായിട്ടുണ്ട്, മരിച്ചതിന് പിന്നും ആത്മാർക്ക് ഒരു നസീഹത്ത് കൊടുക്കുന്ന ഒരാളായിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനസ്സായിട്ട് നമുക്ക് വേണം. ഇതായിട്ട് സ്വർഗത്ത് പോകുന്നില്ല മനസ്സ്, ഇതായിട്ട് സ്വർഗത്ത് പോകുന്നില്ല ഹൃദയ അല്ലെ. നക്കി എത്രയോ ഉപദ്രവമായിട്ടായി ആത്മാർ ഈ ഒരു നേരായ മാർഗത്തിൽ കടന്നു പറഞ്ഞു. അതായിട്ട് നക്ക് വേണേ ഹബീബുൻ നജ്ജാർ ആഗ്രഹിച്ചതേ. നക്ക അല്ലാഹു ഇത്ര വലിയ ഈ സുഖസമ്പൂർണമായ സ്വർഗത്തിന്റെ വിഷയ ആ ആത്മാർ ഗൊന്തായിട്ടിണ്ടായി. ആ അന്തോക്കിയ ആയത് ആത്മാർ ഗൊന്തായിട്ട് എന്നിട്ടെങ്കിലും അങ്ങ് നല്ലാവത്തരല്ലേ, എന്നിട്ടെങ്കിലും അങ്ങ് സത്യമാർഗത്ത് വരാത്തരല്ലേ. സഹോദരൻ ഈ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ടായി ഇതായിട്ട് ജന്നത്തിൽ പോകേണ്ട മനസ്സ്. ഇത് ഹബീബുൻ നജ്ജാർ മനസ്സല്ല, മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് പോലും ഇതായിട്ട് പഠിക്കുന്നു. ഞങ്ങളുടെ നേതാവിന്റെ മനസ്സ് പോലും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പല ആത്മാർ ആ നേതാവിനെ അന്യായമായി അംഗീകരിച്ച് ജീവിതാക്കിറങ്ങണ എന്നിട്ട് എന്തായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് അതുപോലും ഞങ്ങൾ മനസ്സിലാക്കും. സഹോദരന്മാരെ നോക്കൂ, ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് ദഅവത്തിന്റെ ആദ്യ കാലത്തില് മക്കത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പനായിട്ട് ദഅവത്താക്കുക മക്കത്തെ മുശ്രിക്കീൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടുള്ളൂ, കൊല്ലു തേടിയിട്ടുള്ളൂ. ആ സന്ദർഭത്തില് അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ ഔത്തലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗപ്യമായിട്ട് ഈ പ്രബോധനാക്കിയതിന്റെ ഓരോ ആത്മാരെ വിളിച്ചിട്ട് റസൂലുള്ളാഹിക്ക് ഉപദേശം കൊടുത്തതിന്റെ വഞ്ചിട്ടേക്ക്. കാരണം ഓപ്പണായിട്ട് ചൊല്ലുന്ന ഒരു അവസ്ഥയല്ല. ഫസ്റ്റ് കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് ആ ഫസ്റ്റ് കാലഘട്ടത്തിലേക്ക് ദാറുൽ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ ഔത്തലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനാക്കി. അങ്ങനെ നബിക്ക് കൊറിയ കയ്യിലെ വിരലിൽ എത്ര കൊറിയ ആത്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയോ അത് കിട്ടിയാൽ വലിയ വലിയ പൈസക്കാരെന്നല്ല. ആ രായത്തിൽ പാവപ്പെട്ടായിട്ട് അടിമത്വമില്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ, യാസിർ ഇങ്ങനത്തെ കുറച്ച് ആത്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടി. എന്നിട്ട് ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കം റളിയല്ലാഹു അൻഹു ഔത്തിൽ കേട്ടോ, നബിയെ ഞങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ചൊല്ലത് ഹക്കല്ല നബിയെ, ഇത് സത്യമല്ല നബിയെ. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ചൊല്ലോ സ്വഹാബത്തെ സൂര്യ ഉദയിക്കുന്നത് എത്ര മാത്രം സത്യമാ അതിനെക്കാട്ടി ഏറ്റവും സത്യമായിട്ട് ഞങ്ങൾ ചൊല്ലി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ സ്വഹാബത്ത് റസൂൽ ചൊന്നു, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ എന്തിനു പേടിക്കുന്നു, ഞങ്ങൾ എന്തിനു പേടിക്കുന്നു, പോയിട്ടൊന്ന് കാബാലയത്തെ മുട്ട പോയിട്ട് ഞങ്ങൾ പ്രഖ്യാപനാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഞങ്ങൾ അടിക്കട്ട് കൊല്ലട്ട് എന്നിട്ട് അതുകൊണ്ട് മരിച്ചിട്ട് ഞങ്ങൾക്ക് വലിയല്ലേ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ പക്കൽ പ്രതിഫലം കിട്ടല്ലേ നബിയെ. ഒന്ന് ഞങ്ങൾ പോയി ഇവിടെ വേണ്ട ഇതൊന്നും കാബാലയത്തെ മുട്ട പോയി ചൊല്ലുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ
വിഷയാണെന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞാവുണ്ട് പക്കത്തില് ഹംസ ചൊല്ലില്ലേ. അപ്പൊ ദീന് സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നെ നബിയുടെ ഭാര്യയായി ഫിക്സാക്കിയിട്ട് നബിയുടെ കുഞ്ഞാവായിട്ട് ഹംസ എന്നെങ്കിൽ ഹംസ ഏതൊരു ആളും ഉണ്ടോ ഇല്ല മക്കത്ത്. അത്ര ധീരനായ ഒരാളായിട്ട് മഹാനായ ഹംസ. അങ്ങനെ നബിയുടെ ആക്രമിച്ച ദിശ ഹംസ കിട്ടുമ്പോ ഹംസ സീത കാബാലം വിട്ട് ഓടി വന്നിട്ട് അബൂജഹലിന്റെ മുഖത്തേക്ക് ചണ്ടടി കൊടുത്തു. അന്നത്തെ ജാഹിലിയത്തെ പലക ചൊല്ലു ഹംസ, നീ നിന്റെ അപ്പവും പെരുന്നാളുണ്ടായി തിരിച്ചിനക്കടി മുഹമ്മദ് കഴിച്ചല്ലേ, മുഹമ്മദ് അല്ല അടിക്കണായത് തിക്ക് സാധ്യത തിരിച്ചിനക്കടി. ജാഹിലിയത്തെ എല്ലാ പലകത്തെ അബൂജഹലിന്റെ മുഖം വെച്ചിട്ട് അബൂജഹലിന്റെ മുഖത്ത് കഴിച്ചിട്ട് അടി നീട്ടിയിട്ടായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പ്രഖ്യാപനം ഹംസ, ഇതാ ഇന്നിൽ പിന്നെ ഞാൻ മുഹമ്മദിന് മാർഗത്തിലേക്കില്ല, ഇസ്ലാം ദീൻ സ്വീകരിക്കില്ല. ഹംസ ചൊല്ലെ ആ നബിയുടെ കുഞ്ഞാപ്പ ഇസ്ലാം ദീൻ സ്വീകരിച്ച് കടന്നു വന്ന് എന്നിട്ട് അവിടെ പ്രഖ്യാപനം, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ തൊട്ടിട്ടായി ഞാൻ അവന്റെ കുടില്ല ചൊന്നു. ഹംസ റളിയല്ലാഹു അൻഹു പ്രഖ്യാപനാക്കി. അങ്ങനെ പ്രഖ്യാപനാക്കിയ പിന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ യുദ്ധം കടന്നു പണ്ട് ബദർ യുദ്ധം. ആ ബദർ യുദ്ധം കടന്നു പണ്ട സന്ദർഭത്തില് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആ ബദർ യുദ്ധത്തെ നേതൃത്വം വഹിച്ചത്. ബദർ യുദ്ധത്തെ നേതൃത്വം വഹിച്ചത് ആ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടും എന്ന് ഓർത്തുണ്ടോ? വിജയം കിട്ടിയ സന്ദർഭത്തില് ആ ബദർ യുദ്ധത്തില് ഹിന്ദു ചൊല്ലിയ പെണ്ണിനെ അപ്പഴേ കൊന്നൊരാള് ഹംസ റളിയല്ലാഹു അൻഹു. ഏത് യുദ്ധത്തില്? ബദർ യുദ്ധത്തിൽ. മുസ്ലിക്കത്തായ ഹിന്ദു ചൊല്ലിയ പെണ്ണിനെ അപ്പഴേ ആ യുദ്ധത്തില് മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ള ആ ഹിന്ദു ചൊല്ലിയ അപ്പഴേ പെണ്ണിനെ അപ്പഴേ കൊന്നയാള് ഹംസ റളിയല്ലാഹു അൻഹു. ഇത് ഹിന്ദു ചൊല്ലിയ മനസ്സ്, ഹിന്ദു ചൊല്ലിയ പെണ്ണിന്റെ മനസ്സ് ഒരു പകയായിട്ട് നിന്നെത്തി. ബദർ യുദ്ധം വിജയിച്ചിട്ട് ഹിന്ദു ചൊല്ലിയ അപ്പ ഹിന്ദു ചൊല്ലിയ പെണ്ണിന്റെ ആ മുസ്ലിക്കായ അപ്പ മരിച്ചു പോയിട്ട് കൊന്നൊരാള് ഹംസ റളിയല്ലാഹു അൻഹു. അങ്ങനെ പാടൊരു യുദ്ധം കടന്നു വന്നത് ഉഹുദ് യുദ്ധം കടന്നു വന്നത്. ആ സന്ദർഭത്തില് ആ യുദ്ധത്തിനും നേതൃത്വാല് ഹംസ റളിയല്ലാഹു അൻഹു നയിക്കുന്നത്. അപ്പൊ ഹിന്ദു ചൊല്ലിയ പെണ്ണ്, ആ ഹിന്ദു ചൊല്ലിയ പെണ്ണിനെ അടിമപ്പെടുത്തിയ ഒരാളിന്ന് വഹ്ശി ചൊല്ലിയ ഒരു മനുഷ്യ, വഹ്ശി ഹിന്ദു ചൊല്ലിയ പെണ്ണിനെ അടിമത്തുള്ള ഒരാളായിട്ട്. അപ്പൊ ഹിന്ദു ചൊല്ലിയ പെണ്ണ് വഹ്ശിക്ക് പോയിട്ട് ഒരു വിഷയം ചൊന്നാൽ നോക്കൂ, നീനൊരു നീഗ്രോ ആയ മനുഷ്യല്ലേ ആ വഹ്ശിച്ച് ചൊല്ലി, നീനൊരു കറക്റ്റ് ഒരു നീഗ്രോ ആയ മനുഷ്യ, നീ നക്കൊരു ഉപകാരായിത്തം എന്ന് ചൊല്ലിട്ടായിട്ട് ഉഹുദ് യുദ്ധത്തില് ഹംസനെ നീ നക്ക് ബില്ല് പാടയായിട്ട് കൊന്നു തന്നു. അങ്ങനെ കൊന്നു തന്നിട്ടായിട്ട് നിക്ക് എന്തൊരു പേര് അത് തന്നെ മാത്രമല്ല രണ്ട് പേരാ നിക്ക് തന്നെ ഹിന്ദു ചൊല്ലി പെണ്ണ് ചൊല്ലി വഹ്ശിച്ച് ചൊല്ലി ആ അടിമത്തല്ലേ നീഗ്രോയ മനുഷ്യനെ ചൊല്ലിದ್ರೆ നിക്ക് ഞാൻ നിന്റെ രണ്ട് തന്നെ നിക്ക് സമ്പത്ത് തന്നെ എന്ത് പേര് തന്നെ ഹംസനെ നക്ക് നീ കൊന്നു തന്നു. അങ്ങനെ ഉഹുദ് യുദ്ധം സ്റ്റാർട്ടായിട്ട് ഉഹുദ് യുദ്ധം സ്റ്റാർട്ടാകുമ്പോ ഈ യുദ്ധത്തിൽ കുതിരയുടെ മേൽ പോരാട്ടം, കുതിരയുടെ മേൽ യുദ്ധാക്രമം. അങ്ങനെ നല്ല ധൈര്യശാലി, കാരണം എപ്പോ അങ്ങ് മരിച്ചു കൊണ്ടിട്ടുള്ള സാധ്യല്ല. അങ്ങ് ഹൈറ്റില്ല, യുദ്ധത്തെ ഭൂമിയിൽ ഹൈറ്റില്ല. അതിൽ ഒരു കുതിര കയറ്റിട്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹു കാരണം ഹംസ റളിയല്ലാഹു അൻഹു പെറോ പോയിട്ട് ഒരാൾക്ക് അറ്റാക്കാൻ സാധ്യല്ല. അതിനൊരു കീർത്തിയുണ്ട്, 3 കണ്ണുള്ള ആൾ ചൊന്നു ഹംസ റളിയല്ലാഹു അൻഹു. അത്ര മാത്രം യുദ്ധ പരിണിതി കൊടുത്തുള്ള ഒരാളായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് വഹ്ശി ചൊല്ലി ഈ മനുഷ്യ ഹിന്ദു ചൊല്ലി ആ പെണ്ണിനെ ഈ സമ്പത്ത് തന്റെ ചൊല്ലി വിശന്ന് ആശപ്പെട്ടിട്ട് ഒരു മൂത്ത് പഞ്ചി വെച്ചിട്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു നെഞ്ഞിക്ക് നേരായിട്ട് ഒരു ബില്ല് ബാണ ഇങ്ങനെ പൂണ്ടാകുമ്പോ ആ ബില്ല് ബാണ വന്ന് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു നെഞ്ഞി കയറ്റി കൊള്ളുന്നത്. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ആ കുതിരയിൽ നിന്ന് എന്താവും കീഴ്പൂടും. ഈ കീഴ്പൂടിൽ നോക്കിയാൽ ഹിന്ദു ചൊല്ലി പെണ്ണ് അവൻ നോക്കിയിട്ടുള്ള അവൾ എന്താക്കിയ ഒരു ആയുധത്തെ കത്തി പിടിച്ചവനാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആ ശരീരം രണ്ടു പോകുന്ന സന്ദർഭത്തില് അയാൾ പിഴച്ചോട്ടുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു. ആ സന്ദർഭത്തില് ഈ ഹിന്ദു ചൊല്ലിയ പെണ്ണ് ഒരു കത്തി രക്തമത്തെ ആയുധത്തെ ചരിത്ര പഠിപ്പാട്ടുണ്ട്. 1440 വർഷത്തിന് മുമ്പ് നടന്ന ഒരു ചരിത്രത്തിന്റെ സഹോദരന്മാരുടെ ഇതാറ് കെട്ടിമുണ്ടായ ചരിത്രമല്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ ഇടീ കീറി മുറിച്ചാണ് ആ ഉഹുദ് ഭൂമിയിൽ ഇടീ കീറി മുറിച്ചിട്ട് മാത്രമല്ല എങ്ങനെ ഹബീബ് നെഞ്ചാരക കൊന്നു കഴിഞ്ഞാൽ അതേപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളിടെ എല്ലാം പറുത്ത് വലിച്ചാൽ വിരലിടെ പീസാക്കി മുറിച്ചാൽ കണ്ണിടെ തോണ്ടിയെടുത്താൽ അവസാനമായിട്ട്
മരിച്ചു ഷഹീദായിരുന്നു. തന്റെ സ്വഹാബത്ത് ഒന്ന് നോക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നോക്കുമ്പോൾ ഒരു വികൃതമായ ഒരു മയ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട. ആര്? ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ജീവിതത്തില് താനും തനതായിട്ട് നിന്നിട്ടിന്നെ തന്റെ കുഞ്ഞാവരെ ഒരു മയ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. എങ്ങനെ? ഒരു പാകയോടുകൂടി എരിയൽപ്പെട്ട രൂപത്തിൽ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകുറ്റി തവന്നിച്ചിട്ട് റസൂലുള്ളാഹി ഉൾപ്പെട്ട് ചില സന്ദർഭങ്ങൾ അത് ഒരു സന്ദർഭമായിട്ട് ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെട്ടു ധാരാളമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെട്ടു. യാ സയ്യിദ ശുഹദാ യാ ഹംസ, ഏ ശുഹദായിലെ നേതാവായ ഹംസയെ ചൊല്ലുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കടന്നിട്ട് ഉൾപ്പെട്ടു. ആ പക്കത്ത് വെച്ചിട്ട് അങ്ങനെ ഊതിത്തീട്ട് കുറേ സമയമായിട്ട് മക്ക ഫതഹായിട്ട് മക്ക വിജയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ അധിപതിയായിട്ട് കടന്നു വന്ന സന്ദർഭത്തില് ഒരു നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ കടന്നു വന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ തെറ്റിട്ടുണ്ട്. ഒരാൾ കടന്നു വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സലാം ഇട്ടാണ്. റസൂലിന്റെ മുഖവും ഇങ്ങനെ വൈറ്റി നോക്കുമാർ വഹ്ശിയായിട്ട് വന്ന് നിൽക്കല്. ഏത് വഹ്ശി? ആ ഹംസാനെല്ലാം നെഞ്ഞിക്ക് നേരെ നെല്ലുപാന എറിഞ്ഞ് വഹ്ശിയായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് നിൽക്കല്. നബി അപ്പമേ തലക്കിട്ട് കാരണം ആ വഹ്ശിയെ നോക്കുമ്പോ നബിക്ക് തന്റെ കുഞ്ഞാവടെ നെനപ്പ് വന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമാത്രം പിർസാക്കിയെ ദഅവത്ത് രംഗത്തില് നബിക്ക് പാലുപദ്രായിട്ട് ഉപകാരാക്കിയെ താനും തന്നലായിട്ട് ഹംസാനെല്ലാം നെനപ്പ് വന്നത്. വഹ്ശി കേട്ട് റസൂലേ ദാ എന്റെ അപരാധം കൊണ്ട് കണ്ട് സംഭവിച്ചു പോയി റസൂലേ, ഞാൻ അങ്ങനെ പേരായിട്ട് പോയ റസൂലേ, ഇത് ഇപ്പൊ ഞാൻ നിങ്ങളെ മുട്ട വന്ന് നിന്നിരുന്നത് ഈ ഇസ്ലാം ദീൻ ഞാൻ സ്വീകരിക്കുന്ന റസൂലേ, എന്റെ തപ്പ് കൊണ്ടു എന്റെ ബുദ്ധിക്കേട് കൊണ്ടു എനിക്ക് സംഭവിച്ചു പോയിട്ട് ചൊല്ലുമ്പോ ആരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എഞ്ചി നിന്നിട്ട് ആരെങ്കിലും പിടിച്ചു ചൊല്ലു വഹ്ശി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ആട്ടി ചൊല്ലേ. അവിടെ പയ്യല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം മനസ്സിൽ ബേജാറിട്ട് ദുഃഖമിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഈ വഹ്ശി ഈ ഇസ്ലാം ദീനിൽ കടന്നു വന്ന ചൊല്ല ഒരേ വഹ്ശി കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എച്ചിട്ട് ആരെയും പിടിച്ചു ചൊല്ലു വഹ്ശി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലു വഹ്ശി ദീനിൽ കടന്നു വന്നു ഇസ്ലാമും കടന്നു വന്നു. ഇതായിട്ട് മനസ്സ് ചൊല്ലിയത്, ഇതായിട്ട് ഹൃദയ ചൊല്ലിയത്, ഇതായിട്ട് തൗഹീദുൽ ആമാനും മനസ്സ് ചൊല്ലിയത്. അതിന് പകയില്ല, വിദ്വേഷമില്ല. കൽബുൻ സലീം, ശുദ്ധമായ കൽബു, പരിശുദ്ധമായ കൽബു, ഒരു രൂപത്തിലെ ഭയം പോലും നഞ്ചിനാത്ത പോലും അഹങ്കാരം പോലും ആ മനസ്സിലില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ മാത്രം വികൃതമായിട്ട് കൊല്ലും കാരണകർത്തായ ആളാണ് ഈ വഹ്ശി. ആ വഹ്ശി കൊടുത്തത്. എന്നിട്ട് റസൂലുള്ളാഹി വഹ്ശിയുടെ മുകളിൽ ഒരേ ഒരു പലക ചൊല്ലു, വഹ്ശി നിന്നെ കാണുമ്പോൾ എന്റെ കണ്ണിൽ തന്നെ വന്നിട്ടായി വഹ്ശി നീ എന്തിനാണ് ഉൾപ്പെട്ട് ചൊല്ലി കേൾക്കൂത്തിയറ വഹ്ശിക്ക് എന്ത് റസൂലേ എന്തിനാണ് അങ്ങനെ കേൾക്കൂത്തിയറ? കാരണം നിന്റെ നോക്കുമ്പോൾ എനിക്ക് എന്റെ കുഞ്ഞാവൻ നെനപ്പ് പണ്ട് വഹ്ശി എത്രയും എന്റെ കുഞ്ഞാവനൊക്കെ നെനപ്പ് പണ്ട് എനിക്ക് സഹായിക്ക് ആവാം എന്റെ പിരിച്ചത്തെ ആളിലെ എനിക്ക് എന്താവും നെനപ്പ് പണ്ട് ചൊല്ലു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല മക്ക ഫതഹായപ്പ എത്രയോ മുശ്രിക്കീങ്ങൾ പിടിക്കപ്പെട്ടു, അറസ്റ്റാക്കപ്പെട്ടു. എപ്പ മക്ക ഫതഹപ്പ ആ മക്ക ഫതഹപ്പ അറസ്റ്റാക്കപ്പെട്ട മുശ്രിക്കീങ്ങൾ പരസ്പരം ചുറ്റു നോക്കിയോ ഇന്റെ ഞങ്ങളെ സ്വാരകളുടെ നാളായിട്ടിക്ക് ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് ഞങ്ങളെ വിടില്ല. കാരണം ഈ മുശ്രിക്കീങ്ങൾ അത്ര ഉപദ്രവിക്കുക നബിക്കും സഹാബത്തിന് ആ നബിയുടെ സ്വഹാബത്തെ കൊന്നു കളഞ്ഞ അങ്ങേറ്റിക്കോട് പിടിക്കപ്പെട്ട് അറസ്റ്റാക്കപ്പെട്ടു. ആ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കടന്നു വന്ന് ചൊല്ല് ചരിത്ര പഠിപ്പാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിടിക്കപ്പെട്ട് അറസ്റ്റാക്കപ്പെട്ട് ആ മുശ്രിക്കീങ്ങളെ മുന്നിൽ എതിർ കടന്നു വന്ന് ചൊല്ല് ഹാദാ യൗമുൽ മർഹമതി അൻതും തുലഖാഉൽ അഫ്വ ഇൻദൽ മഖ്ദൂറ. ഇന്ന് ജ്വാലകളുടെ നാളല്ല, ഇന്ന് കരുണയുടെ നാളായിട്ട് നിങ്ങൾ എല്ലാം സ്വതന്ത്രമായിട്ടുള്ളൂ. എവിടെ വേണം പോകും
నాకు ഒരു രൂപത്തിലെ ഭാഗ്യം നൽകിയില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നു അത്തരം മുപ്പത്തറായിട്ട് പിടിക്കൽപ്പെട്ടെ റസൂലുള്ളാഹി അപ്പ എന്ത് വേണമെങ്കിലും അങ്ങനെ കൊല്ല ഏത് രൂപത്തിൽ പീഡനം കൊടുക്കുക എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുന്നോട്ട് കടന്നു വന്ന് ചൊന്ന ഒരേ ഒരു പലക നിങ്ങൾ പരസ്പര സ്വതന്ത്രമായിട്ടുള്ളൊരു എവിടെ വേണ്ടി ജീവിക്കോ ചൊന്നു റസൂലുള്ളാഹി എന്ന് നിർബന്ധിച്ചില്ല നിങ്ങൾ ഇസ്ലാം പറഞ്ഞില്ലേ ഞാൻ കൊല്ലുവ ചൊന്നു റസൂലുള്ളാഹി അവിടെ പോലെ ചൊന്നില്ല സ്വതന്ത്രമായിട്ടുള്ളൊരു നിങ്ങൾ എങ്ങനെ വേണ്ടി ജീവിക്കോ നോക്കൂ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നോക്കൂ സഹോദരന്മാരെ ഇതായിട്ടിരിക്കുന്നു തൗഹീദുൽ ആത്മാരുടെ മനസ്സ് കാരണം നാളെ പരലോകത്തിൽ രക്ഷപ്പെട്ട അതേ ഒരു മനസ്സേറ്റിട്ട് അല്ലാഹു ചൊല്ലില്ലേ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹു ബിഖൽബിൻ സലീം നാളെ പരലോകത്തിൽ നിങ്ങളുടെ സമ്പത്താവട്ടെ നിങ്ങളുടെ സന്താനാവട്ടെ ഉപകാരപ്പെടാത്ത നാളെ ഉപകാരപ്പെട്ടു ഇല്ലാ മൻ അതല്ലാഹു ബിഖൽബിൻ സലീം നല്ല പരിശുദ്ധമായ കൽബ് ആ കൽബായിട്ട് നാളെ പരലോകത്ത് ഉപകാരപ്പെട്ടത് പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഒരു വിഷയം സൂക്ഷിച്ച് ജീവിക്കരുത് റബ്ബ് സുബ്ഹാനഹു സൂക്ഷിച്ച് ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ മനസ്സ് എന്താവും പരിശുദ്ധമായിരിക്കും ഏതോ ഒരു തപ്പാക്കുമ്പോ ഏതോ ഒരു പെടക്കിസ്വറാക്കുമ്പോ ആര് കാണുന്നില്ലെങ്കിൽ രണ്ട് ഔദ്യോഗിക ബെഡ്റൂമിൽ മുങ്ക മൊബൈൽ വെച്ചിട്ട് വേണ്ടാത്ത അശ്ലീലമായ കാര്യത്തെ ഇങ്ങനെ നോക്കുമ്പോ ആരും അവിടെ കാണുന്നില്ല നോക്കുന്നില്ല എന്നിട്ട് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു നോക്കിയിട്ടുള്ള ആ നോക്കിൽ ഒരു ഭയപ്പെട്ടിരുന്നല്ലേ അതായിട്ട് തക്കുവ ചൊല്ലുന്നത് അവിടെ പേടി ആൽമാരൊന്നും ചമ്മനക തക്കുവ പോലെ നടക്കുക എന്നിട്ട് ഒരു മനുഷ്യന്റെ തക്കുവ കൊണ്ട് ചൊന്ന് കൊന്തോടെപ്പാ അവനോട് കൊന്തോടെപ്പാ അവൻ ഉറത്തേക്കൊരു സന്ദർഭത്തിൽ അപ്പ ഇരിக்கிறവൻ യാരും എടുത്തറാകുള്ള ചാൻസസ് ഇല്ല അപ്പ ഇരിக்கிறവൻ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈബിളിൽ മാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ അസീസ് രാജാവിന്റെ പെണ്ണായി വ്യഭിചാരത്തിൽ ഇരിക്കുന്നത് എങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ സൂറത്ത് യൂസുഫ് ആ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ആ കോട്ടയുടെ എല്ലാ പാളിനെ അടിച്ചിട്ടേക്ക് ഒരു ബെഡ്റൂമിൽ ഉള്ളുക യൂസുഫ് നബിയെ ആ പെണ്ണ് വിളിക്കേ ആ ഇന്നവാ ചൊല്ലുമ്പോ യൂസുഫ് നബി പോയില്ല ആരുമില്ല കാണുമോ ആരുമില്ല നോക്കൂ ഒരാളും നോക്കുന്നില്ല അവിടെ എല്ലാം ഭദ്രമായിട്ടുണ്ടോ ജന്റാലുള്ള റൂമിലുക ആ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് പലക്കെതിരെ ഖാല മഅദല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ കാവലിലേക്ക് കേൾക്കപ്പെട്ടി അല്ലാഹുവിന്റെ കാവലിലേക്ക് കാരണം ആരും നോക്കില്ല ടൈം ആരും നോക്കിയിട്ടുള്ള അല്ലാഹു നോക്കിയിട്ടുള്ള എന്നെങ്കിലും ആ ബെഡിക്ക് തരത്തിന് പോവാത്തേക്ക് യൂസുഫ് നബി എന്തായിട്ട് ജയിൽ ശിക്ഷ പോയിക്കോ വന്ന് എന്താണ് പോയിക്കോ വന്ന് തപ്പാക്കേക്കുള്ള ജയിൽ ശിക്ഷ പോയിക്കോ വന്നേ ഒരേ കാലം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ പോയിട്ടല്ലേ എന്തുകൊണ്ട് ജയിലിൽ പോയേ ഓരോ വ്യഭിചാരത്തിന് പിച്ചയ്ക്ക് പോവാത്തേക്ക് ഓരോ മാപ്പിന്റെ വേറെ രൂപത്തിൽ ചെന്നിട്ടോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്ന പലക ഇതിൽ നിന്ന് നക്ക് ഖൈറ ജയിലായിരിക്കുന്നത് ഈ പഠിക്കത്തരത്തിൽ നിന്ന് നക്ക് ഖൈറായത് ആ ജയിലായിരിക്കുന്നത് അതായിട്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി അതായിട്ട് അങ്ങനെ റൂഹ് കൊടുക്കുന്ന മറന്ന് അതായിട്ട് അങ്ങനെ ആത്മാവ് കൊടുക്കുന്ന മറന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി ഉണ്ടല്ലേ അത് ഞങ്ങൾ ആത്മാവ് കൊടുക്കുന്ന ഒരു ശക്തിയായിരിക്കുന്നത് ആ ശക്തി നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും ഈമാനോട് ജീവിക്കാൻ സാധ്യമാകും പണ്ഡിതന്മാര് തഖ്വയുടെ വിഷയത്തിൽ 4 വിഷയം ഞങ്ങൾക്ക് പഠിപ്പാട്ടുന്നു ഞങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നു തഖ്വ ചൊല്ലെങ്കിൽ അതിന് 4 രൂപത്തിലെ വ്യാഖ്യാന പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട് ഒന്ന് അൻതജഅല ബൈനക വബൈന ഹറമല്ലാഹു ഹാജിബൻ വഹാജിസൻ ഒന്നാമത്തെ തഖ്വ ചൊല്ലെങ്കിൽ എന്ത് പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട് നിന്റെ റബ്ബ് നിരോധിച്ച കാര്യത്തെ അതിന് നടുവിലുള്ള ഒരു ശക്തമായ സ്ക്രീൻ ഉണ്ടല്ലേ അതായിട്ട് തഖ്വ ചൊല്ല് പണ്ഡിതന്മാർ ഒരർത്ഥം പഠിപ്പറ്റണ്ടേ ഏത് നിന്റെ റബ്ബ് നിരോധിച്ച ഹറാമായ കാര്യത്തിന് നടുവിൽ ഒരു സ്ക്രീനിന്റെ വലിക്കേ അതായിട്ട് തഖ്വ എന്തായിട്ട് അവിടെ പറ്റത് തന്റെ റബ്ബ് നിരോധിച്ച കാര്യത്തെ ഞാൻ ആക്കുമ്പോ അല്ലാഹ് കണ്ട് എന്താക്കുന്നത് കൊണ്ട് ശിക്ഷിക്കണം അല്ലേ അല്ലാഹു നന്റെ നാളെ ശിക്ഷിക്കില്ലേ ശിക്ഷിക്കുക ഇപ്പൊ നാനൊരു തപ്പാക്കിണ്ടെങ്കിൽ അത് ശിക്ഷ അനുഭവിക്കണ അയാൾ ನಾನು മാത്രമേ ಯಾರಾದರೂ ಶಿಕ್ಷೆ ಅನುಭವಿಕಿಲ್ಲ ನಾನೇ ಶಿಕ್ಷೆ ಅನುಭವಿக்கிறே അതുകൊണ്ടായിട്ടിക്കರೆ അത്തഖ്വ ഹിയൽ ഖൗഫി മിനൽ ജലീൽ അത്തഖ്വ ചൊല്ലിട്ടെങ്കിൽ ഖൗഫ് അല്ലാഹുവിന്റെ മുട്ടത്തിലെ ഭയം അല്ലാഹുവിന്റെ മുട്ടത്തിലെ
പരിശുദ്ധമായ ഖുർആൻ. ഖുർആൻ അല്ലാഹു ഒരിക്കൽ കണ്ട അതുകൊണ്ട് അമലെടുക്കും. അതുകൊണ്ട് അമലെടുക്കുമ്പോൾ തഖ്വ ഉണ്ടാവും മനസ്സിൽ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോൾ, അല്ലാഹുവിന്റെ ഖുർആനിലെ പലയിടത്തുള്ള ചരിത്രങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ, അല്ലാഹുവിന്റെ ശിക്ഷകൾ ഓതുമ്പോൾ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ, സയൻസ് പരമായ ചില വിഷയം പഠിക്കുമ്പോൾ, എന്നിട്ട് മാത്രമല്ല ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവിടെ തഖ്വ ഉണ്ടാവും. നോക്കൂ, ഇപ്പോൾ ഒരു അങ്ങനെയും പോണ്ട, ഒരു ഇലക്ട്രോണിക് അങ്ങനെയും പോണ്ട. ആ അങ്ങടി പോയ സന്ദർഭത്തിൽ ഒരു ഫ്രിഡ്ജിനെ എടുക്കണം. ഒരു ഫ്രിഡ്ജ് എടുക്കുമ്പോ ആ കമ്പനി കാര്യം ഫ്രിഡ്ജ് മാത്രമല്ല, ഒരു കാറ്റലോഗ് തന്നോ, ഒരു ബുക്ക് തന്നോ, ഈ ഫ്രിഡ്ജ് എങ്ങനെ യൂസ് ആക്കണമെന്നില്ല, എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് എങ്ങനെ ജീവിക്കണം ചൊല്ലില്ലേ ഒരു കാറ്റലോഗ് ഇട്ടിട്ട് പരിശുദ്ധമായ ഖുർആൻ എങ്ങനെ ജീവിക്കണോ, ഏതാക്കണം ഏതാക്കുന്നില്ല ചൊല്ലോ ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പഠിപ്പാട്ടി തന്നില്ല. ആ കാറ്റലോഗ് ആ ഖുർആൻ അനുസരിച്ച് ഞങ്ങൾ എന്താകുന്നു ജീവിക്കുമ്പോൾ ഞങ്ങളിൽ നിന്ന് തഖ്വ ഉണ്ടാവും അല്ലേ. ആ ഖുർആൻ മാത്രമല്ല, ആ ഖുർആന്റെ വിശദീകരണമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ത്യാഗോജ്ജലമായ നുബുവത്തിന്റെ ജീവിതമുണ്ടോ, അതും നമ്മൾ നോക്കി പഠിക്കണം. അത് പഠിക്കുമ്പോൾ എന്താവുള്ളൂ, അവിടെ തഖ്വ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തേത് വൽ ഖനാഅത്തു ബിൽ ഖദീർ, ഖനാഅത്ത് ഉണ്ടാവും മനസ്സിൽ. ഖനാഅത്ത് ചൊല്ലിട്ടായിട്ട് കിട്ടത് അല്പമായി തൃപ്തി വരും, കിട്ടത് എല്ലാവരും എന്താവും തൃപ്തി വരും. മനുഷ്യന്മാർ ഹറാമായ വിഷയത്തിൽ പോകുന്നില്ല. കാരണം ഹറാമായ വിഷയത്തിൽ മനുഷ്യന്മാർ പോകുമ്പോൾ എന്താ അവിടെ തഖ്വ ഉണ്ടാവില്ല. മനസ്സിൽ തഖ്വ ഉണ്ടാവില്ല. ഹറാമായ വിഷയത്തിൽ പോകുന്നില്ല. കാരണം ഒന്നാമത്തെ ഒരു കാരണം ഇതായിരിക്കും, മനസ്സ് തൃപ്തി കിട്ടില്ല. മനസ്സ് തൃപ്തി കിട്ടില്ല. കിട്ടിയതിൽ തൃപ്തിപ്പെട്ട മനുഷ്യന്മാർ എപ്പോഴും മനസ്സ് ഇതായിട്ട് സംഘർഷമായിട്ട് ഇന്നും വേണം പാടും വേണം. തന്നെ കാട്ടി മേലുള്ളവരെ നോക്കുമ്പോ കീഴിലുള്ളതിന് അവന് കിട്ടി, അവൻ അല്ലാഹു അവന് കൊടുത്ത അനുഗ്രഹത്തെ അവൻ മറന്നു പോണ്ട. എന്നിട്ട് അവൻ ഹറാമായ ജീവിതത്തിൽ കടന്നു പോണ്ട. പണ്ഡിതന്മാർ തഖ്വ നഷ്ടപ്പെടുന്നില്ലേ. മൂന്നാമത്തെ വിഷയം പഠിപ്പാട്ടല്ലേ വൽ ഖനാഅത്തു ബിൽ ഖലീൽ, കിട്ടിയതിന് തൃപ്തി ഉണ്ടാവില്ല. അതായിട്ട് നാലാമത്തെ വിഷയം നമുക്ക് പഠിപ്പാട്ടല്ലേ വൽ ഇസ്തിഅദാദ് ലിയൗമിൽ റഹീം, വൽ ഇസ്തിഅദാദ് യൗമിൽ റഹീം. അതേ യാത്ര പോകുന്നതിന്റെ ചൊല്ലുള്ള വിഷയത്തിന് നീ തയ്യാറെടുക്കണം. അപ്പൊ തഖ്വ ഉണ്ടാവും. നിനക്ക് യാത്ര പോകണം. ഏത് യാത്ര? മരിപ്പൂ ചൊല്ല ഒരു യാത്ര നമുക്ക് പോകണമെന്ന്, മൗത്തു ചൊല്ല ഒരു യാത്ര പോകണമെന്ന്. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇന്നെങ്കിൽ എപ്പോഴും അവന്റെ മനസ്സിൽ എന്തുണ്ടോ തഖ്വ ഉണ്ടാവും. അല്ലാണ്ട് കുറിച്ചിട്ടില്ല ഭയഭക്തി ഉണ്ടാവും. ഏത് തപ്പുക അവൻ പോകില്ല. കാരണം ആ തപ്പുക അവൻ ഇങ്ങനെ പോകുമ്പോ അവന്റെ മനസ്സ് ചൊല്ലു, നീ എനിക്ക് കൊണ്ട് ശിക്ഷ അനുഭവിക്കില്ല, മരിച്ചു കൊണ്ട് നോക്കിയ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മരിച്ചു കൊണ്ടേന അല്ലേ, ആർക്കും സംശയമില്ല വിഷയത്തിൽ. എല്ലാവരും ഇതിനാവും വിട്ടുകൊണ്ടേന. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ആ മരണത്തിനെ ഓർക്കണം. അക്കത്തിരു ദിക്റ ആദിനുള്ള സാദിയ മൗത്ത് ചൊല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് നയിക്കേണ്ടി എന്ന് എപ്പോൾ അത് ഞങ്ങളുടെ മനസ്സിൽ വേണം. എപ്പോ ഞാൻ മരിച്ചപ്പോൾ ചൊല്ലില്ല ഞാൻ കാല് കുത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ യാത്രയ്ക്ക് നീ തയ്യാറെടുക്കും. ആ തയ്യാറെടുക്കുമ്പോ എന്താണോ എന്റെ മനസ്സിൽ തഖ്വ ഉണ്ടാവും. അല്ല പണ്ഡിതന്മാർ നമുക്ക് ഈ വിഷയം നാലാമത്തെ വിഷയം പഠിപ്പറ്റുണ്ട്. അതുകൊണ്ട് ഖുർആൻ ചൊല്ലുന്നു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, യേ സത്യവിശ്വാസിമാരെ, തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ ഓരോ മനുഷ്യൻ ഓരോ നഫ്സും വിചാരിക്കട്ടെ, ഓരോ മനസ്സ് ചിന്തനാകട്ടെ. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചു. ഏത് നാല് മരിച്ചു പോയവിടെ കബർ ചൊല്ലി നാല് ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടോ അതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ ഓരോ മനസ്സ് ചിന്തിക്കടിച്ചത് പരിശുദ്ധമായ ഖുർആൻ. ആ നാളേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ലേ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധി ഉള്ളങ്ങ അക്തറും ദിക്റാലിൽ മൗതി വഅക്തറും ഇസ്തിഅദാദ, മരണത്തെ ധാരാളമായിട്ട് ഓർക്കണം. അതിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാന്മാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ. ശാശ്വതമായ ജീവിതത്തില് അല്പകിട്ട ഈ ജീവനത്തില് അതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുക്കും. അവനായിട്ട് നിങ്ങളുടെ കൂട്ടത്തില് ബുദ്ധി ഉള്ളവൻ ചൊല്ലു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരുടെ ക്ലാസ്സിൽ നാം ഇവിടെ മനസ്സിലാക്കുന്നു, ഞങ്ങളെ റൂഹുക്കു ഞങ്ങൾ ശക്തി കൊടുക്കേ തഖ്വ കൊണ്ടായിട്ടിരിക്കുന്നു, ഇഖ്ലാസ് കൊണ്ടായിട്ടിരിക്കുന്നു, നല്ല ശുദ്ധമായ മനസ്സ് കൊണ്ടായിട്ടിരിക്കുന്നു. കാരണം ഈ റൂഹ് നാല് അല്ലാഹുവിന്റെ പക്കൽ പോകുമ്പോൾ പരിശുദ്ധമായിട്ട് പോയിട്ടെത്തും.
മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നല്ല മരിച്ചു കൊണ്ട് ഒരു ആലമുട്ട കടന്നു വന്നിട്ട് ചൊല്ലിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ. മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന നേരത്തിൽ അതിന്റെ തലഭാഗത്ത് വന്നിട്ട് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ റൂഹ് പിരിക്കുന്നങ്ങനെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഈ പരിശുദ്ധമായ ആത്മാവേ കാരണം നല്ല ആത്മാവായിട്ട് നല്ല ആത്മാവ് ചൊല്ല കാരണം ആ മനുഷ്യന്റെ മനസ്സ് അത്ര നല്ല അത്ര പരിശുദ്ധമായി. അങ്ങനെ ആ റൂഹിനെ പിടിക്കുമ്പോ ആ റൂഹ് ഇങ്ങനെ ഒലുക്കി പറഞ്ഞു ചൊല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ ചെന്നിട്ടെങ്കിൽ ഒരു പാട്ടിൽ നിന്ന് ഇന്നൊരു പാട്ടിൽ തന്നെ പിറ്റുമ്പോ ഏത് രൂപത്തിൽ എത്ര സുലാഭത്തിൽ ഇറങ്ങുക അതേപോലെ ഈ മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പറത്തു പോകും. എന്നിട്ട് ആ മനുഷ്യന്റെ അപ്പം മലായിക്കുന്ന ചൊല്ലുന്ന ഒരു വിഷയമുള്ളൂ, നിങ്ങൾക്ക് പേടിക്കേ വേണ്ട, ഇന്ന് ദുഃഖിക്കേ വേണ്ട. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ആ മനുഷ്യന്റെ ചൊല്ലിയ സത്യവിശ്വാസിയായ ആ മരിച്ചു പോകേണ്ട ആ മനുഷ്യന്റെ മലായിക ചൊല്ലേ. കാരണം മരിക്കുന്ന നേരത്തിൽ ഞങ്ങൾ മലായികളെ നോക്കുന്ന ചൊല്ലി പരിശുദ്ധമായ ഖുർആൻ വെളിപാട്ടാക്ക് ഇന്ന് തോന്നുന്ന 6 മലായികളെ കണ്ടേനല്ല, അങ്ങനെ രൂപത്തിൽ ഞങ്ങൾ നോക്കിയല്ല. എന്തെങ്കിലും മരണ നേരത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ആ മലായികളെ കാണുന്ന ചൊല്ലി പരിശുദ്ധമായ ഖുർആൻ. ആ മലായിക വന്ന് ചൊല്ലേ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചിട്ട് തഖ്വത്തോട് ജീവിച്ചിട്ട് ഇസ്തിഖാമത്ത് അടിവച്ചിട്ട് തൗഹീദിൽ ഭദ്രമായിട്ട് ജീവിച്ച ആത്മാർ അങ്ങനെ മരിച്ചു പോകുമ്പോ ആ മലായിക ചൊല്ലേ അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, ഇന്ന് നിങ്ങൾ കബറിൽ പോകണ്ടല്ലേ ചൊല്ല് ഒരു പേടി വേണ്ട. അതേപോലെ ദുനിയാവ് വിട്ടുപോകണ്ടല്ലേ, കുടുംബത്തെ വിട്ടുപോകണ്ടല്ലേ ചൊല്ലേ ഒരു ബേജാറും വേണ്ട. മറിച്ചിട്ട് വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് ഇപ്പോ ഖുശിപ്പെട്ട നേരായിട്ടിക്കേ സന്തോഷത്തിന്റെ നേരായിട്ടിക്കേ എപ്പോഴേക്ക് മലായിക ചൊല്ലേ മരണ നേരത്തിക്ക് ഒർത്തനായിട്ട് പോയ ഒരു ജീവിതത്തിക്ക് മലായിക മരിക്കുന്ന നേരത്തിക്ക് ചൊല്ലേ വഅബ്ശിറു ഇപ്പൊ ഖുശിപ്പെട്ട നേര. കാരണം നിങ്ങൾ ദുനിയാവിൽ അല്ലാണ്ട് സൂക്ഷിച്ച് ജീവിച്ചോ, അതിക്ക് വേണ്ടി കഷ്ടം വന്നോ, അതിക്ക് വേണ്ടി നിങ്ങൾ മുതലിന്റെ ചെലവായിട്ടോ എല്ലാം ആയിട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഒരു ദുഃഖവും ബേജാറും വേണ്ട. ഇന്ന് നിങ്ങൾ ഖുശിപ്പെട്ടത് ബലായിട്ട് വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ അതുകൊണ്ട് പുറത്തു വരും. ആ റൂഹിനെ അഭിസംബോധനാക്കി എത്ര വലിയ സൗഭാഗ്യമില്ല ആത്മാർ, എത്ര വലിയ നസീബുള്ള ആത്മാർ. അങ്ങേറ്റിക്കോ സൗഭാഗ്യം, അങ്ങേറ്റിക്കോ ഗന്ധ്യക ഫഖത്ത് ഫഹാസ് വിജയായ ആത്മാർ. അങ്ങനെ അങ്ങനെ കേൾക്കുകളിൽ അങ്ങനെ നന്ദി കേൾക്കുന്നുണ്ടായി ഇന്ദ്രാക്കും നിരന്തരമായിട്ട് അള്ളാഹിനെ സൂക്ഷിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോ നല്ല മനസ്സോടുകൂടി ജീവിക്കും. ഒരാൾക്ക് പയ്യൻ വേണ്ട, ഒരാൾക്ക് ഉദ്ദേശം വേണ്ട. എല്ലാവർക്കും ഈ തൗഹീദിനും ഈ സുന്നത്തിനും അൽഹംദുലില്ലാഹ് ഈ റായത്തിന് യജമാനത്തിന്റെ ഈ റായത്തിന് ഈ ബൃഹത്തായ മഹത്തരമായ പള്ളി ഞങ്ങളുടെ സഹോദരൻ കേൾപ്പാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സ്വർഗ്ഗചൊല്ലി പ്രതിഫലത്തെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം അള്ളാഹിന്റെ തൗഹീദ് സുന്നത്ത് പ്രഖ്യാപനത്തിൽ ഒരു പള്ളി ഒരു റായത്ത് വന്നിട്ടെങ്കിൽ ആ റായത്തിൽ ഒരു പ്രകാശമായിട്ടിരിക്കുന്നത്, ഒരു വെളിച്ചായിട്ടിരിക്കുന്നത്. എന്തായിട്ട് ഈ പള്ളിയിൽ ചൊല്ലി ഒന്നാമത്തെ കാര്യം നിങ്ങൾ അള്ളാഹുടെ മാത്രം പിടിച്ചുവാക്കണം. ഇതിനെ കാട്ടി അപ്പുറത്ത് വേറെ ഒരു ആദർശം ദുനിയാവിലില്ല. നബിമാർ പഠിപ്പാട്ടി ഒന്നാമത്തെ ഒരു ആദർശമായിട്ടിരിക്കുന്നത് അഫ്ലൽ മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖൗലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കണ്ടേ കാട്ടി മുതൽ കഞ്ഞിപ്പോയി നബിമാർ ചൊന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുടെ മാത്രം പിടിച്ച് പ്രാർത്ഥിക്കുക. അതായിരിക്കുന്നത് സ്വർഗ്ഗത്തെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തെ താക്കോലേക്ക് അത് ശരിയായി മാത്രമേ സ്വർഗത്തോട്ടുള്ള അവിടെ ഇല്ലെങ്കിൽ സ്വർഗപ്രവേശാക്കോല്ല. അതുപോലെ ഒരു പഞ്ചായത്ത് സഹോദരന്മാരെ, അതുകൊണ്ട് ഇവിടെ ഇൻഷാ അല്ലാഹ് ഇന്നും ഈ ദീനി പ്രബോധന അതേപോലെ ക്ലാസും സ്പീച്ചും ഇൻഷാ അല്ലാഹ് ഈ രായത്തിൽ ആവണം. ഈ രായത്തെ ആത്മാവിൽ ഈ പ്രകാശത്തിൽ എത്തപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇത്ര നല്ല ബൃഹത്തായ പള്ളി കെട്ടുവാൻ തന്നെ അങ്ങനെ നിയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ പ്രതിഫലത്തെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയി എല്ലാ സത്യവിശ്വാസിമാരെ കബറെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവസാനമായിട്ട് ഒരു ആയത്ത് ചൊല്ലുന്നു സഹോദരന്മാരെ, ഞാൻ ഇപ്പോഴെ ഞങ്ങൾ ഈ ദുനിയാവിലും എന്തെല്ലാം നല്ല പ്രവർത്തനാക്കണമല്ലേ, എന്തെല്ലാം നല്ല പണിയാക്കണമല്ലേ. ഞാൻ നേരത്തെ ചൊല്ലി ഞങ്ങൾക്ക് ഈ ക്ലാസ് ഉണ്ടാവുന്നു. അല്ലാഹു ചൊല്ലുന്നു മൻ കാന യുരീദുൽ ഹയാത്തുദ് ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസുൻ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ വഹബിത മാ സനഉ ഫീഹാ വബാതിലു മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരി ഐക ജീവനത്തെ ഊടെ ശോഭനെ അല്ലെങ്കിൽ ഊടെ എന്തായാലും അനുഗ്രഹത്തെ വെച്ചിട്ട്
പറ്റുന്നുണ്ടെങ്കിൽ നല്ല മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു അതിനകത്ത് ദുനിയാവ് കണ്ട ആൾമാരെല്ലാം അനുഭവക്കൊള്ളൂ നല്ല നിസ്കരിക്കണം എന്നിട്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൾമാർ നാളെ പരലോകത്ത് പറഞ്ഞു അള്ളാഹു ചൊല്ലേ ഇല്ല അങ്ങ് തീയല്ലാണ്ട് വേറെ ഒന്നുമില്ല അങ്ങ് ആക്കി ആ പ്രവർത്തനക്ക് തീയല്ലാണ്ട് വേറെ ഒന്നുമില്ല അതായത് നെയ്യും വീണങ്ങളുടെ മനസ്സ് എന്ത് പ്രവർത്തനാക്കുമ്പോൾ അല്ല എന്നെ കണ്ട റബ്ബിനെ പ്രതിബദ്ധന്റെ വേറെ ഒരാളുടെ കയ്യടിയ സൽപേര ആഗ്രഹിച്ചിട്ടല്ല അങ്ങ് ഞാൻ പ്രവർത്തനാക്കണേ അതിനങ്ങ് മനസ്സിലാക്കും സത്യവിശ്വാസി ആത്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോട് പണിയെടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ സഹോദരന്മാരെ സീക്കുകൊണ്ട് കഷ്ടപ്പാടേണ്ടി എത്ര ആത്മാർക്കും പരിശുദ്ധമായ റമളാൻ തിങ്കൾ നോമ്പ് പിടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലും ഔത്തും എത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ സഹോദരന്മാരോട് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുആക്ക് പല ആത്മാർ വസിയത്താക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സ്വീകരി കൊണ്ട് കുതിർത്ത് കൊണ്ട് പരിപൂർണമായി സിബ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പരിപൂർണമായ ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജീവനാക്കിற കാലത്തോളം മരിക്കുന്നോടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ആരോഗ്യ ആഫിയത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തന്നെ സമ്പത്തിലെ അള്ളാഹിന്റെ മാർഗത്തെ ചെലവാക്കില്ല മനസ്സിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും തന്ന് അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു കൂട്ടം സ്വർഗത്ത് ഒരു കൂട്ടം നരകത്ത് പോകുമ്പോൾ ആ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിലെ നബിമാരെ കൂടെ സിദ്ദീഖീങ്ങളെ കൂടെ സ്വഹദായികളെ കൂടെ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ട സൗഭാഗ്യത്തെ ആൾമാരായിട്ട് അള്ളാഹു ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കത്തിലെ നരകത്തിനെന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും കാത്ത് സലാമത്താക്കട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലുന്നു ഖുശിയോട് കൂടി ഈ ദുനിയാവിലേക്ക് പിരിഞ്ഞു പോകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ അബ്ബവും റഹ്മത്തും ബർക്കത്ത് അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊരിച്ചു കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാ സത്യവിശ്വാസന്മാരെ കബറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിൽ കൊടുക്കട്ടെ. അങ്ങനെ കബറിൽ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ജീവിതത്തിൽ എന്ത് ആവശ്യപ്പെടി പറഞ്ഞിട്ട് ഗഫൂറായ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജat. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.